ഒരാൾ തൻ്റെ മകൻ ആലിമാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പുറം നാട്ടിൽ നിന്ന് വരുന്ന പണ്ഡിതന്മാരെ ആദരിക്കുകയും അവർക്ക് ഭക്ഷണപാനീയങ്ങൾ നൽകുകയും വല്ലതും കൊടുക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും തൻ്റെ മകൻ ആലിമാകും. അതുമല്ലെങ്കിൽ പേരമകനെങ്കിലും ആകുമെന്ന് ഞാനല്ല പറയുന്നത്, മഹാനായ ഇമാം സദീദുദ്ദീൻ അശ്ശിറാസി റളിയല്ലാഹു അൻഹു തൻ്റെ മശായിഖന്മാരിൽ നിന്ന് കേട്ട വാക്കുകളാണിത്. അപ്പോൾ നമ്മുടെ മക്കൾ ആലിമാകണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും പണ്ഡിതന്മാരാദരിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ ആലിമായി തീരും. അതിനുതകുന്ന ഒരു കഥ ഞാൻ പറഞ്ഞു തരട്ടെ. മഹാനായ സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എഴുത്തുകാരനാണ്, കാത്തിബുൽ വഹിയാണ്, ഖുർആൻ ക്രോഡീകരണത്തിന് നേതൃത്വം വഹിച്ച സ്വഹാബിയാണ്. മഹാനവറുകൾ ഇത്രയും ഉന്നത പദവിയിൽ പാണ്ഡിത്യത്തിൻ്റെ നെറുകയിൽ എത്താനുള്ള ഒരു കാരണമുണ്ട്. അതെന്താണെന്നല്ലേ പറയാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി മക്കയിൽ നിന്ന് മദീനയിലെത്തിയ ദിവസം തിരുമേനി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യമായി കിട്ടിയ ഹദിയ അത് സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയുടെ വകയായിരുന്നു. അവർ തൻ്റെ മകൻ സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ കൊടുത്തയച്ച ഭക്ഷണമാണ് ആദ്യമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷിച്ചത്. അതു പാകം ചെയ്ത് കൊടുത്തയച്ചു വിട്ട മഹദിയുടെ പേരാണ് സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയുടെ പേരാണ് നവ്വാർ ബിൻത്ത് മാലിക് റളിയല്ലാഹു അൻഹ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഭക്ഷണം വെച്ച് കുഞ്ഞ് സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് എൻ്റെ ഉമ്മ കൊടുത്തയച്ചതാണ്. അപ്പോ എൻ്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മൊഴിഞ്ഞു, ബാറക്കല്ലാഹു ഫീക വഫീ ഉമ്മിക, നിങ്ങൾക്കും നിങ്ങളുടെ ഉമ്മക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചെയ്യട്ടെ എന്ന് മുത്തുനബിയുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥന കിട്ടിയതോടുകൂടെ ആ ഉമ്മയും മകനും ചരിത്രത്തിലേക്ക് നടന്നു കയറുകയായിരുന്നു. ഇമാം സദീദുദ്ദീൻ ഷിറാസി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപദേശത്തിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കാൻ ഈ ചരിത്രം തന്നെ ധാരാളം. അതുകൊണ്ട് നാം പണ്ഡിതന്മാരെ ആദരിക്കുക. പുറമെ നിന്ന് വരുന്ന പണ്ഡിത മഹത്തുക്കളുണ്ട്, അവർക്ക് ഭക്ഷണപാനീയങ്ങൾ നൽകുക, അവരെ സ്നേഹിക്കുക, ആദരിക്കുക. തീർച്ചയാണ് നമ്മുടെ മക്കൾ ആലിമാകാൻ അതൊരു കാരണമാകും. പേരക്കുട്ടികളെങ്കിലും ആയിത്തീരുമെന്നാണ് പണ്ഡിതപക്ഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല പണ്ഡിതന്മാരെ സ്നേഹിക്കുവാനും ആദരിക്കുവാനും ബഹുമാനിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.